മോൾ എഴുന്നേറ്റോ? എന്റെ അടുത്തേക്ക് വരരുത്. എന്താ മോളെ ഇങ്ങനെ? വരരുതെന്നാ പറഞ്ഞത്. ഗാഥ, കാര്യം എന്താന്ന് പറ. നവീൻ എന്നെ വെറുക്കാനുള്ള കാരണം എന്താ? പറ മമ്മി. നവീൻ എന്തിനാ എന്നെ വെറുക്കുന്ന? മമ്മിക്ക് അറിയില്ല അല്ലേ? പക്ഷെ എനിക്കറിയാം. അതിന്റെ കാരണം ആ കൃഷ്ണയാ. നവീനോട് അടുക്കരുതെന്ന് പലതവണ മമ്മി വോൺ ചെയ്തിട്ടും അവൾ അത് തെറ്റിച്ചു. പിന്നെ മമ്മിയെ പോലെയല്ല. അവളുടെ അമ്മ അമ്പലങ്ങളിൽ കേറിയിട്ട് വഴിപാടുകളും മന്ത്രവാദങ്ങളും നടത്തുന്നവരാ. അവൾക്കതിന് എല്ലാവരും കൂട്ടുണ്ട്. അവളുടെ അമ്മ, മോളിക്കുട്ടി, പിന്നെ ദുബായ്, എല്ലാവരും. എന്തിന്? മമ്മി പോലും അവളുടെ പക്ഷത്താ. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടിയാ അവള് നവീനെ വശത്താക്കിയത്. എന്റെ നവീൻ അവള് സ്വന്തമാക്കിയത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം തെറ്റുകൾ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്ക്. നവീൻ നിന്നെ വെറുത്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഈ ഭ്രാന്തമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടാ. എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണയുടെ പെരുമാറ്റം അത്രയും അട്രാക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് നവീനും അയാളുടെ കുടുംബവും അവളെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്. അതെപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ക്ഷമയും പക്വതയും കാണിക്കാൻ ഞാൻ പറഞ്ഞപ്പോഴൊക്കെ അത് നീ തെറ്റിച്ചു. അവിടെയുള്ള ഓരോരുത്തരെയായിട്ട് നീ വെറുപ്പിച്ചു. നീ ശ്രമിച്ചത് കളരിക്കൽ കുടുംബത്തിന് ഒരുപാട് മുകളിലാണ് ഗാഥാ ശ്രീനിവാസ് എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ടാ. പകരം അവളോ ആ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹമാണ് താനെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചു. നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം എന്നെ വിളിക്കുന്നു, അല്ലെങ്കിൽ അവിടുന്ന് എന്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോരുന്നു. ഈ ക്യാരക്ടറാണ് അവർ വെറുക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ആരുടെയും മനസ്സിൽ ഗാഥ ഇടം പിടിക്കാതിരിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും ഷാർപ്പായിട്ട് ഞാൻ നിന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ സംസാരിച്ചേ പറ്റൂ. സ്വന്തം ജീവിതം എറിഞ്ഞുടക്കിയാ നീ. നവീനെ നഷ്ടപ്പെടുത്താനായിട്ട് നിനക്ക് പറ്റില്ല. പക്ഷെ നവീനെ സ്വന്തമാക്കാനുള്ള വഴി നിനക്കറിയില്ല. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയ കൃഷ്ണ തെറ്റ് ചെയ്തു, ഞാൻ അവളോടൊപ്പം നിൽക്കുകയാണ് എന്നുള്ള ആരോപണങ്ങൾ മാത്രം. നിർത്ത്, മതി. ഇനി അവളുടെ പേര് മമ്മി എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാലുണ്ടല്ലോ, സത്യമായിട്ട് മമ്മി ഞാൻ ഈ വീട് വിട്ടു പോവും. കണ്ടോ, ഇപ്പോഴും നീ ശ്രമിക്കുന്നത് എന്നെ ടോർച്ചർ ചെയ്യാനാണ്. എന്റെ മോളെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീയല്ലാതെ മറ്റൊരു പ്രതീക്ഷ എനിക്ക് ഈ ലോകത്തില്ല. അത് നീ മനസ്സിലാക്കാനേ പാടുള്ളൂ. അത് മുതലെടുക്കാനായിട്ട് പാടില്ല. നീ നിന്റെ സങ്കടങ്ങളെ കുറിച്ചും നിന്റെ ദേഷ്യത്തെ കുറിച്ചും ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? എന്റെ സങ്കടങ്ങൾ എപ്പോഴെങ്കിലും നിന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ടോ കഥ? എന്ന് മുതൽ തുടങ്ങിയതെന്നറിയോ ഇങ്ങനെ നീര് ജീവിക്കാൻ? എനിക്ക് പരിധികളുണ്ട്. അത് മറന്നു പോരുത് നീ.